തുടർച്ചയായ ലോക്ക്ഡൗണുകൾ, കൂട്ടിലടയ്ക്കപ്പെട്ട ജനജീവിതങ്ങൾ, നഷ്ടപ്പെട്ട തൊഴിലവസരങ്ങൾ, താഴേക്ക് പോകുന്ന സമ്പദ് വ്യവസ്ഥ, ഒരാളെ പേടിയോടുകൂടി മാത്രം കാണുന്ന അതിഭീകരമായ ഒരു അവസ്ഥാവിശേഷം. കോവിഡ്-19 കൊറോണ വൈറസ് മഹാമാരി എന്ന് അവസാനിക്കും? 2020 ഏറ്റവും കൂടുതൽ ചോദിച്ച അല്ലെങ്കിൽ ചോദിക്കപ്പെടുന്ന ചോദ്യം ഇതായിരിക്കും. ഏത് പകർച്ചവ്യാധികളുടെയും അവസാനം പല ഘടകങ്ങളെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 5 ഘടകങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഞാൻ ഡോക്ടർ ഷമി. വീഡിയോ ആദ്യമായി കാണുന്നവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. 5 ഘടകങ്ങളെ കുറിച്ചാണ് ഇതിൽ മെൻഷൻ ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 4ഉം 5ഉമാണ്. അതുകൊണ്ട് തീർച്ചയായും വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഫാക്ടർ, നോളജ്, അറിവ്. പകർച്ചവ്യാധിക്ക് പിന്നിലെ രോഗകാരിയെ പറ്റിയുള്ള വ്യക്തമായ അറിവാണ് ഒന്നാമത്തത്. എത്രത്തോളം ആ രോഗാണുവിനെ കുറിച്ച് നമുക്ക് വ്യക്തതയുണ്ടോ അത്രത്തോളം പെട്ടെന്ന് ആ രോഗത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കുന്നതാണ്. ഈ അറിവാണ് ആ രോഗാണുവിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ വാക്സിൻ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. കൊറോണ വൈറസിന്റെ കാര്യത്തിൽ നമുക്ക് ആശ്വാസം നൽകുന്ന വസ്തുത എന്നത് മുമ്പ് നിലവിലുണ്ടായിരുന്ന സാഴ്സ്, മേഴ്സ് വൈറസുകളോട് കൊറോണ വൈറസ് സാമ്യത പുലർത്തുന്നു എന്നുള്ളതാണ്. ആയതുകൊണ്ട് കൊറോണ വൈറസിനെ സംബന്ധിച്ച പഠനങ്ങൾ അല്പം കൂടി കുറഞ്ഞ കാലയളവിൽ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. ഇത് വാക്സിന്റെ കണ്ടുപിടുത്തത്തെ കൂടുതൽ ദ്രുതഗതിയിലാക്കുന്നു. സെക്കൻഡ് ഫാക്ടർ, ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റി ഫോർ മാസ് പ്രൊഡക്ഷൻ ഓഫ് വാക്സിൻ. ഒരു വാക്സിൻ കണ്ടുപിടിച്ചാൽ ഉടനടി ഈ പാൻഡമിക് അവസാനിക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഒരിക്കലുമല്ല. വാക്സിൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു മഹാമാരിയെ തുടച്ചു നിൽക്കാനുള്ളതിന്റെ ആദ്യപടി മാത്രമാണ്. ഈ കണ്ടുപിടിക്കപ്പെടുന്ന വാക്സിൻ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് ലോകമെമ്പാടുമുള്ള ജനങ്ങളിലോട്ട് എത്തിക്കപ്പെടുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് ഫലപ്രദമായി എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ട ഇൻഡസ്ട്രിയൽ കാപ്പബിലിറ്റി നമുക്കുണ്ടായിരിക്കണം. കൂടാതെ ഈ മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനും ആളുകളെ യഥാവിധി വാക്സിനേഷൻ ചെയ്യുന്നതിനുമായി ആയിരക്കണക്കിന് ആരോഗ്യ പ്രവർത്തകരെ ഈ മേഖലയിലോട്ട് റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എത്ര വേഗത്തിൽ ഈ പ്രക്രിയകൾ നമ്മൾ ചെയ്യുന്നുവോ അത്ര വേഗത്തിൽ ഇതിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കുന്നതാണ്. ഇതിൽ എടുത്തു പറയേണ്ട ചിലത്, ഒന്ന് ഓക്സ്ഫോർഡ് വാക്സിൻ ആണ്. അത് ഏകദേശം ആഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബറോട് കൂടി പ്രാബല്യത്തിൽ എത്തും എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഏറ്റവും പുതിയ വിവരം, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഗവേഷണം ചെയ്ത് നിർമ്മിക്കപ്പെട്ട ഇൻഡിജീനസ് ആയിട്ടുള്ള ഒരു വാക്സിൻ ആഗസ്റ്റ് 15ഓട് കൂടി റിലീസ് ചെയ്യപ്പെടുന്നു എന്നുള്ള ICMR-നെ സംബന്ധിച്ച ഒരു റിപ്പോർട്ടാണ്. പക്ഷേ സമാശ്വസിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിൽ കരുതിയിരിക്കേണ്ട മറ്റു ചില വസ്തുതകൾ കൂടിയുണ്ട്. ഒരു വാക്സിന്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് റോക്കറ്റ് സയൻസിനോട് നമുക്ക് തുലനം ചെയ്യാം. ഈ കണ്ടുപിടിക്കപ്പെട്ട വാക്സിനുകൾ മനുഷ്യ ശരീരത്തിൽ പരീക്ഷിക്കുമ്പോൾ അതിന്റെ അവസാന സ്റ്റേജിൽ വേണമെങ്കിൽ പരാജയപ്പെടാം. അങ്ങനെ സംഭവിച്ചാൽ ഇത്ര നാളത്തെ ഇതിനു പിന്നിലെ പ്രയത്നം വിഫലമായേക്കാം. പക്ഷെ നമുക്ക് പോസിറ്റീവായി തന്നെ ചിന്തിക്കാം. ഈ കണ്ടുപിടിക്കപ്പെട്ട മരുന്നുകൾ മനുഷ്യരിലും ഫലപ്രദമാകും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. എന്തുകൊണ്ടെന്നാൽ 160ഓളം കമ്പനികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഒരു മരുന്നിന് വേണ്ടി, ഒരു അസുഖത്തെ പ്രതിരോധിക്കാൻ വേണ്ടി കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ഒരു കൂട്ടർ പരാജയപ്പെട്ടാലും മറ്റൊരു കൂട്ടർ വിജയം നേടാം. വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം 2020 അവസാനത്തോടു കൂടി അല്ലെങ്കിൽ 2021 ആദ്യത്തോടു കൂടി കൊറോണ വാക്സിനുകൾ നിലവിൽ വരുന്നതാണ്. ഇതിന്റെ വൻതോതിലുള്ള ഉൽപാദനത്തിന് വേണ്ടി 3 മുതൽ 6 മാസം വരെ പിന്നീടും വേണ്ടി വന്നേക്കാം. അതായത് ഇവരുടെ കണക്ക് പ്രകാരം ഏകദേശം 2021 പകുതിയോടുകൂടി ഈ വാക്സിനുകൾ ആളുകളിലോട്ട് എത്തിത്തുടങ്ങുന്നതാണ്. ഇനി മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ആ വൈറസ് തന്നെയാണ്. വൈറസ് എന്ന രോഗാണുവിന്റെ ഒരു പ്രത്യേക സ്വഭാവ സവിശേഷതയാണ് മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ജനിതക മാറ്റം. വൈറസിന്റെ സ്ട്രക്ചറിനെ സംബന്ധിച്ച വിശദമായ ഒരു വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്. അതിന്റെ ലിങ്കാണ് ഈ മുകളിൽ നൽകിയിരിക്കുന്നത്. ആ വീഡിയോ കണ്ടവർക്കറിയാം പ്രത്യേകമായ ശാരീരിക ഘടനയോടുകൂടിയ ഒന്നാണ് വൈറസ് രോഗാണുക്കൾ. ഈ ജനിതക മാറ്റങ്ങൾ 2 രീതിയിൽ ഭവിക്കാം. ഒന്നാമത്തത്, ഇത് ഒരു അഗ്രസീവ് ഫോമിലോട്ട് ഈ വൈറസുകൾ മ്യൂട്ടേഷൻ സംഭവിച്ചു മാറാം. അതായത് ഇപ്പോഴുള്ള വൈറസുകളെക്കാൾ കൂടുതൽ അപകടകാരികളായ വൈറസായി ഇത് രൂപാന്തരപ്പെടാം. അങ്ങനെ സംഭവിച്ചാൽ ഇത്ര നാൾ നമ്മൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും വിഫലമായി മാറും. കാരണം അത് കൂടുതൽ അപകടകാരികളാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച വാക്സിനുകളും മറ്റും അതിന് ഫലപ്രദമാകണമെന്നില്ല.
ഇനി അടുത്ത പോസിബിലിറ്റി, ഇതിനു നേരെ വിപരീതം. ഇത് ജനിതക മാറ്റത്തിന് വിധേയമായി തൽഫലമായി ഇത് കുറച്ചുകൂടി അപകട കുറഞ്ഞ ഒരു രോഗാണുവായി മാറുന്നു എന്ന് കരുതുക. ആ സമയം നമുക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ ഇതിന്റെ തീവ്രത വളരെ കുറവായിരിക്കും. ഈ സമയം നമുക്ക് ഇതിന്റെ ചികിത്സാ വിധികൾ അല്പം കൂടി എളുപ്പമാകുന്നതാണ്. ഒപ്പം തന്നെ മരണനിരക്കുകളും കുറയുന്നതായിരിക്കും. ഇതുവരെയുള്ള പഠനങ്ങൾ അനുസരിച്ച് COVID-19 വൈറസുകൾക്ക് ജനിതകമാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിലും അത് വളരെ പതുക്കെയാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു വളരെ അപകടകാരിയായ ഒരു അവസ്ഥയിലോട്ട് മാറപ്പെടുന്നില്ല. ഇത് നമുക്ക് പ്രത്യാശിക്കാവുന്ന ഒരു വകയാണ്. ഇനി പ്രധാനപ്പെട്ട നാലാമത്തെ ഘടകം, സോഷ്യൽ ഡിസ്റ്റൻസിങ്. സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അത് പാലിച്ചില്ലെങ്കിൽ അസുഖം വർദ്ധിക്കുമെന്നും വ്യക്തമാണ്. ഇത്തരത്തിൽ ക്രമാതീതമായി അസുഖങ്ങൾ വർദ്ധിച്ചാൽ ഇത്രയും അധികം രോഗികളെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ആരോഗ്യ മേഖലയ്ക്ക് ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഈ രോഗത്തിൽ നിന്ന് പൂർണ്ണമായി ഉന്മൂലനം നേടുക എന്നതിന് പിന്നീടും കാലതാമസം സംഭവിക്കും. ഇനി അഞ്ചാമത്തെ ഘടകം എന്താണ്? നമ്മൾ എങ്ങനെ മാസ്ക് ധരിക്കുന്നു എന്നുള്ളതാണ്. സമൂഹ വ്യാപനം തടയുക എന്ന ഉദ്ദേശത്തിലാണ് മാസ്ക് ധരിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. സംസാരിക്കുമ്പോഴും അടുത്ത് ഇടപഴകുമ്പോഴും ഈ പറഞ്ഞ വൈറസുകൾ എയറസോൾസുകളുടെയും മറ്റും പകരും. മാസ്ക് ധരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പകർച്ച തടസ്സപ്പെടുന്നു. മാസ്ക് ധരിക്കുമ്പോൾ മൂക്കും വായും പൂർണ്ണമായും മറഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് എടുത്തു പറയുന്നത് എന്നാൽ ഇപ്പൊ പൊതുവായി കണ്ടുവരുന്ന ഒരു പ്രവണത സംസാരിക്കുമ്പോൾ മാസ്ക് വായിൽ നിന്നും നീക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും അപകടകരമായ അവസ്ഥ. സംസാരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ രോഗാണുക്കൾ ഏറ്റവും കൂടുതൽ പകരാൻ സാധ്യതയുള്ളത്. സാമൂഹിക അകലം പാലിക്കുകയും ശരിയായ രീതിയിൽ തന്നെ മാസ്കുകൾ ധരിക്കുകയും ചെയ്താൽ ഈ രോഗികളുടെ എണ്ണം നമുക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്കുള്ള സ്രോതസ്സുകൾ, അതായത് ആരോഗ്യ മേഖലയിലെ സ്രോതസ്സുകൾ ശരിയായ വിധത്തിൽ വാക്സിന്റെ ഉൽപാദനത്തിനും അതിന്റെ മറ്റു പ്രവർത്തനങ്ങൾക്കുമായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ മുഴുവൻ ഇത്തരത്തിലുള്ള പുതിയ കേസുകളിലായിരിക്കും. മരുന്ന് കണ്ടുപിടിക്കാൻ കാലതാമസം വരുന്നതിന് ആരോഗ്യ മേഖലയെ പഴിക്കുന്നവരോട് നമുക്കും ഇതിൽ സുപ്രധാനമായ ഒരു പങ്കുണ്ട്. ഈ പറഞ്ഞ ഫാക്ടറുകളിൽ 4ഉം 5ഉം ഫാക്ടറുകൾ നമ്മളെ ബാധിക്കുന്നതാണ്. നമ്മൾ മുഖേന അസുഖം വേറൊരാൾക്ക് പകരാതിരിക്കാൻ ശ്രദ്ധിക്കുക. 5 ഘടകങ്ങൾ ഒന്നുകൂടി ക്രോഡീകരിക്കാം. 1. ആ വൈറസിനെ അല്ലെങ്കിൽ രോഗകാരിയെ സംബന്ധിച്ച വ്യക്തമായ അറിവ്. 2. ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന വാക്സിനുകൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ഇൻഡസ്ട്രിയൽ കാപ്പബിലിറ്റി. 3. വൈറസിന്റെ സ്വഭാവം, അതായത് ജനിതക മാറ്റത്തിന് എത്രത്തോളം ആ വൈറസുകൾ വിധേയമാകും എന്ന ഘടകം. 4. സാമൂഹിക അകലം അഥവാ സോഷ്യൽ ഡിസ്റ്റൻസിംഗ്. 5. മാസ്ക് ധരിക്കുന്ന ശരിയായ രീതി. വാക്സിനുകളുടെ പരീക്ഷണങ്ങൾ നടക്കട്ടെ. നമ്മളാൽ കഴിയും വിധം ഈ മഹാമാരിയെ നമുക്ക് പ്രതിരോധിക്കണം. എത്രയും വേഗം ലോകം ഈ മഹാമാരിയിൽ നിന്നും മോചനം നേടും എന്ന പ്രത്യാശയോടുകൂടി നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലോട്ടും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.